ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്ന കർഷകരും അതോടൊപ്പം കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം ഇല്ലാത്ത കർഷകരുമെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. PM കിസാന്റെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകരും അതോടൊപ്പം കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം ഇല്ലാത്ത കർഷകരുമെല്ലാം ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു. നിലവിൽ ഒരുപാട് കർഷകർ ഈ ഖദർ ആപ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മാർച്ച് മാസം 31-ാം തീയതി വരെ സമയം ഇപ്പോൾ ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ കർഷകരും ഖദർ ആപ്പിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാന അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. ഇനി അത് അധികം നീട്ടിക്കൊണ്ടു പോകുവാൻ സാധിക്കില്ല. എത്രയും വേഗം തന്നെ കർഷകർ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും എന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കൃഷിഭവൻ പരിധിയിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും അതോടൊപ്പം മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയുമൊക്കെ ഇത്തരത്തിൽ അറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഖദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ സംവിധാനം ഒരുക്കിയതായി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നോ ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. കാർഷിക വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് ഖദർ ആപ്ലിക്കേഷൻ. ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒന്നിലധികം സേവനങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനും അതോടൊപ്പം വിളനാശം സംഭവിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കൽ, അതോടൊപ്പം PM കിസാൻ നിധിയുടെ 2000 രൂപ പോലുള്ളവയുടെ വിതരണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇതൊരു പ്രധാന രേഖയായി മാറ്റപ്പെടുകയാണ്. ഖദർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാർമർ ID ക്രിയേറ്റ് ആകുന്നുണ്ട്. ഓരോ കർഷകനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകൃത സംവിധാനമാണ് ഇത്. അതിനാൽ തന്നെ തുടർന്ന് ഏത് രീതിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കും കർഷകൻ ഈ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ മതിയാകും. നമ്മുടെ കൃഷിഭൂമി വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും കൊടുത്തതിനു ശേഷം ഫാർമേഴ്സ് ID, അതായത് ഒരു ID കാർഡ് ജനറേറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ആ റിക്വസ്റ്റ് നമ്മുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചേരുകയും ഉദ്യോഗസ്ഥർ ഇത് വെരിഫൈ ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ഇത് നമുക്ക് അപ്രൂവ് ആകുമ്പോൾ ഈ ID കാർഡ് ജനറേറ്റ് ആയി നൽകുന്നതുമായിരിക്കും. ഭാവിയിൽ ഇതൊരു പ്രധാന തിരിച്ചറിയൽ രേഖയായി മാറ്റപ്പെടുക കൂടി ചെയ്യും. ഖദർ ആപ്പ് രജിസ്ട്രേഷന് വേണ്ടി കൃഷിഭൂമി സംബന്ധിച്ച കരമടിച്ച രസീത്, കർഷകന്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, കർഷകന്റെ ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് പ്രധാനമായും വേണ്ടത്. ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡുവായ 2000 രൂപ ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കും ലഭിച്ചിട്ടുണ്ട്. ഈ ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തത് മൂലം കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു തടസ്സപ്പെട്ടിട്ടില്ല. എന്നാൽ ഇനി ഭാവിയിലേക്ക് ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ ഖദർ ആപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയേക്കാം. അതിനാൽ തന്നെ മാർച്ച് 31-ന് മുമ്പായി ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.